ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് വിജിലൻസിന്റെ ചോദ്യമുനകൾക്ക് മുന്നിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പോറ്റിയുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ വലിയ വിവാദമാണ്, ആരോപണങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതികളും ലഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട പുതിയ തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മൊഴിയെടുക്കാൻ ദേവസ്വം വിജിലൻസ് വിളിപ്പിച്ചത്. ദേവസ്വം ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ ആരോപണങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരുന്നു മൊഴിയെടുപ്പ്. പ്രധാനമായും 2019 സ്വർണ്ണപ്പാളികളിൽ നടന്ന ഇടപാടുകൾ സംബന്ധിച്ചായിരുന്നു ചോദിച്ചത്. മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിച്ചേക്കും. അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും സ്വർണ്ണാഭരണങ്ങളും സംബന്ധിച്ച് സമഗ്ര പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു ഭക്തൻ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറി. പരിശോധന നടത്താനും ഉചിതമായ നടപടി സ്വീകരിക്കാനുമാണ് നിർദ്ദേശം. യൂത്ത് കോൺഗ്രസും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വ്യവസായി വിനീത് ജെയിനെ സംബന്ധിച്ചും പുതിയ വിവരങ്ങൾ പുറത്തുവന്നു. വ്യവസായിയെ അറിയാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വിനീത് ജെയിനുമായിട്ട് എങ്ങനെ പരിചയം? വിനീത് ജെയിൻ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. സാമ്പത്തിക ഇടപാട് വല്ലതും ഉണ്ടോ? സാമ്പത്തിക ഇടപാട് ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങളിപ്പോൾ 1000 രൂപ കടം വാങ്ങിച്ചിട്ട് ആ 1000 രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാവും, കൊടുത്തിട്ടും ഉണ്ടാവും. സ്വർണ്ണപ്പാളി ഇടപാടിൽ വിനീത് ജെയിനും ബന്ധമുണ്ടെന്ന വിവരം ആദ്യം പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.